السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ ആളുകൾക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അപാരമായ തൗഫീക്കിനാൽ നബി ചരിത്രം എന്നുള്ള വിഷയത്തിൽ രണ്ടാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. റഹ്മാനായ റബ്ബ് ഈ ഒരു ഇരുത്തം സ്വാലിഹായ സൽക്കർമ്മമായി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ ചരിത്രം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ എന്താണ്, ആ ചരിത്ര പഠനത്തിന്റെ സ്രോതസ്സുകൾ, അതിന്റെ അവലംബം എന്താണ് തുടങ്ങിയ വിഷയങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ തൗഫീഖ് ഉണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് മുമ്പുള്ള അറേബ്യയുടെ ചരിത്രം, ആരാണ് അറബികൾ, അല്ലെങ്കിൽ ജാഹിലിയ കാലഘട്ടം എന്താണ് തുടങ്ങിയ വിഷയങ്ങളാണ് ഇന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാധാരണ പറയുന്ന ഒരു വിഷയമാണ്, ഇരുട്ടറിഞ്ഞവനെ വെളിച്ചത്തിന്റെ വില അറിയുള്ളൂ. മഹാനായ സ്വഹാബി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അറിയപ്പെട്ട ഒരു ഖൗലുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ജാഹിലിയത്ത് അറിഞ്ഞവനെ ഇസ്ലാമിന്റെ മഹത്വം അറിയുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കണം, ജാഹിലിയ കാലഘട്ടത്തിലെ അറബികൾ ആരായിരുന്നു, ആ അറബികളുടെ പൈതൃകം എന്താണ്, അറബികളുടെ തുടക്കം എവിടുന്നാണ് തുടങ്ങിയ വിഷയങ്ങളാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ആരാണ് അറബികൾ? അറബി എന്നുള്ള അർത്ഥം, അറബി എന്നുള്ള വാക്കിന്റെ ഭാഷാപരമായി ലുഗവി ആയിട്ടുള്ള അർത്ഥം ഒഴുക്കോടുകൂടി സംസാരിക്കാൻ കഴിയുന്നവൻ എന്നുള്ളതാണ്. ഒഴുക്കോടുകൂടി
അറബി സംസാരിക്കാൻ കഴിയുന്നവരെയാണ് യഥാർത്ഥമായിക്കൊണ്ട് അറബികൾ എന്ന് ലുഗവിയായിക്കൊണ്ട് ഭാഷാപരമായിക്കൊണ്ട് വിളിക്കാറുള്ളത്. എന്നാൽ അവര് അനറബികളായ ആളുകളെ വിളിച്ചിരുന്ന പേര് അജമികൾ എന്നുള്ളതാണ്. അജമി എന്ന് പറഞ്ഞാല് ഒഴുക്കോടെ അറബി സംസാരിക്കാൻ കഴിയാത്ത ആളുകളെയാണ് എന്ത് വിളിക്കുക? അജമികൾ എന്ന് വിളിക്കുക. നമ്മൾ ഒന്ന് മുമ്പിലേക്ക് കയറിയിരിക്കും. പുറകിൽ കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ട്. ഈ വയറും നോക്കണേ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന വിഷയം, ഒഴുക്കോടെ അറബി സംസാരിക്കുന്ന ആളുകളെ എന്ത് വിളിക്കും? ഭാഷാപരമായിട്ട് അറബികളെന്നും ഒഴുക്കോടെ സംസാരിക്കാൻ കഴിയാത്ത ആളുകളെ അജമികളെന്നും വിളിക്കാറുണ്ട്. അപ്പോ ഈ അറബികളുടെ തുടക്കം എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? അറബികളുടെ തുടക്കം നോക്കുമ്പോൾ കാണാൻ കഴിയും അല്ല റബുൽ ബാഇദ, അല്ല റബുൽ ബാഖിയ, അല്ല റബുൽ ആരിബ, അല്ല റബുൽ മുസ്തഇബ. അല്ല റബുൽ ബാഇദ എന്ന് പറഞ്ഞാൽ അറേബ്യയുടെ മണ്ണിൽ അല്ലെങ്കിൽ ലോകത്ത് അതിപുരാതനമായി ജീവിച്ചിരുന്ന ആളുകൾ, അറബി സംസാരിച്ചിരുന്ന ആളുകളെയാണ് അല്ല റബുൽ ബാഇദ എന്ന് പറയാറുള്ളത്. ഇവരുടെ ചരിത്രം നമുക്ക് കൂടുതലായിട്ട് എവിടെയും കാണാൻ കഴിയില്ല. ചില പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് ഇവരെ അല്ലാഹു സുബ്ഹാനഹു തആല നശിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ സമൂദ് ഗോത്രം, ആദ് സമൂഹം തുടങ്ങിയ വിഭാഗം ആളുകളാണ് അല്ല റബുൽ ബാഇദ എന്ന തരത്തിലുള്ളത്. അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ആരാണ്? ആദ് സമൂഹവും സമൂദ് ഗോത്രവും ഒക്കെയാണ്. സൂറത്ത് ഫജ്റിൽ അല്ലാഹു പറയാണ് വസമൂദല്ലദീന ജാബുസ്സഖ്റ ബിൽവാദ്. ഈ സമൂദ് ഗോത്രം എന്ത് ചെയ്തു? പാറ തുറന്ന് കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അൽ അറബുൽ ബാഇദ, അതിപുരാതനമായ അറബികൾ എന്ന് പറഞ്ഞാല് അവർ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായ ആളുകളാണ്. പക്ഷെ ഇവരുടെ ചരിത്രം കൂടുതലായി എവിടെയും കാണാൻ കഴിയില്ല. ഇവര് നന്ദികേട് കാണിച്ചപ്പോ, അള്ളാഹുവിനെ നിഷേധിച്ചപ്പോ ഈ സമുദായത്തെ, ഈ സമൂഹങ്ങളെ അള്ളാഹു പൂർണ്ണമായും നശിപ്പിച്ചിട്ടുണ്ട്. ഇവരെ പൂർണ്ണമായും നശിപ്പിച്ചപ്പോഴും ഇവരെ നാമാവശേഷമായപ്പോഴും ഇവരുണ്ടാക്കിയ നിർമ്മിതികൾ ഇന്നും ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് സൗദി അറേബ്യയിലാണ്. സൗദി അറേബ്യയിൽ മദാഇൻ സ്വാലിഹ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഈ കാണുന്ന, നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന ഈ വിഷയങ്ങളൊക്കെ അല്ലെങ്കിൽ പാറ തുറന്നുണ്ടാക്കുന്നതൊക്കെ അത് 4000 അല്ലെങ്കിൽ 3000 വർഷങ്ങൾക്ക് മുമ്പ് സമൂദ് ഗോത്രം, ആദ് ഗോത്രം തുടങ്ങിയ വിഭാഗം ആളുകൾ അവർ നിർമ്മിച്ചതിന്റെ നിർമ്മിതികളാണ് ഇന്നും അവശേഷിക്കുന്നത് എന്നുള്ളത് കാണാൻ കഴിയും. അപ്പൊ എന്തായാലും അതിപുരാതനമായ അറബികളെ വിളിക്കുന്ന പേരാണെന്ത്? അല്ല റബുൽ ബാഇദ. ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ഇവര് നാമാവശേഷം ആയിട്ടുണ്ട്. പിന്നീട് ഉണ്ടായ ആളുകളാണ് അല്ല റബുൽ ബാഖിയ എന്നുള്ളത്. എന്താ അറബി ഭാഷയിൽ ബാഖി എന്ന് പറഞ്ഞാല്? ബാക്കിയായത് എന്നുള്ളത്. അപ്പൊ ഈ പുരാതനമായ അറബികൾ ഇല്ലാതായി പിന്നെ ലോകത്ത് ബാക്കിയായ ആളുകളാണ് അൽ അറബുൽ ബാഖിയ എന്നുള്ളത്. ഈ അൽ അറബുൽ ബാഖിയ അത് രണ്ടെണ്ണാണ്, അദ്നാനികളും കഹ്താനികളും. എന്താണ്? ഒന്ന് അദ്നാനി വംശജരും കഹ്താനി വംശജരും. നിങ്ങൾ ഇന്ന് ചിലപ്പോ കൂടെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ പേര് നോക്കുമ്പോൾ കഹ്താൻ എന്നൊക്കെ കാണാൻ കഴിയും. ഈ കഹ്താനികളാണ് യഥാർത്ഥമായ അറബികൾ. യഥാർത്ഥ അറബികള് കഹ്താനികളായ ആളുകളാണ്. ഇപ്പോ നമ്മൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരമൊക്കെ ചൊല്ലുന്ന അദ്കാറുകളുണ്ട്. അത് അറബി ഭാഷയിൽ എഴുതിയ ഹിസ്നുൽ മുസ്ലിം എന്ന് പറയുന്നൊരു ഗ്രന്ഥമുണ്ട്. മുസ്ലിമിന്റെ കവചം എന്ന പേരിൽ എഴുതിയ ഗ്രന്ഥം. ചെറിയൊരു ദിക്റിന്റെ ഒരു നോട്ടാണ്. നമുക്ക് പള്ളിയിലൊക്കെ കാണാൻ കഴിയും, ചുവപ്പ് കളറുള്ളത്. അത് എഴുതിയത് സഈദ് ബിൻ അലി ബിൻ വഹ്ഫൽ കഹ്താനി എന്ന് പറയുന്ന കഹ്താനി കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പൊ എന്തായാലും കഹ്താനികളും അദ്നാനികളും, കഹ്താനികളായ ആളുകളാണ് യഥാർത്ഥമായും അറബി സംസാരിച്ചിരുന്ന ആളുകൾ. ശരിക്കും ശ്രദ്ധിക്കണേ. എന്നെ ഇപ്പൊ നേരം വഴിക്ക് വന്ന ആളുകൾക്ക് വേണ്ടി ഒന്നുകൂടി സൂചിപ്പിക്കാണ്. അറബികളുടെ തുടക്കം അൽ അറബുൽ ബാഇദ. അവരാണ് പ്രാചീന കാലത്ത് അല്ലെങ്കിൽ അതിപുരാതന കാലത്ത് തന്നെ ഉണ്ടായിരുന്ന അറബികളായ ആളുകൾ. ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ഇവരുടെ ചരിത്രം കൂടുതലായി എവിടെയും കാണാൻ കഴിയില്ല. ആ സമുദായത്തെ, ആ ഗോത്രങ്ങളെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് ബാക്കിയായ ആളുകളാണ് അല്ല അറബുൽ ബാഖിയ, ബാക്കിയായ അറബികൾ. ഈ അറബുൽ ഒന്നുകൂടി ഫ്രണ്ടിലേക്ക് കയറിയിരിക്കണേ. ഫ്രണ്ടിലേക്ക് കയറിയിരിക്കാൻ പറ്റുന്ന ആളുകൾ ഒന്ന് ഫ്രണ്ടിലേക്ക് കയറിയിരിക്കണം.
ഓക്കെ. അപ്പൊ അൽ അറബുൽ ബാക്കിയ, ബാക്കിയായ അറബികൾ. ഈ ബാക്കിയായ അറബികളാണ് കഹ്താനി. ശരിക്കും ശ്രദ്ധിക്കണേ, ഈ ഒരു വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചാലേ ബാക്കി ഞാൻ പറയാൻ പോകുന്ന വിഷയങ്ങളൊക്കെ ക്ലിയർ ആകുള്ളൂ. അതുകൊണ്ടാണ് ആമുഖമായിട്ട് ഈ വിഷയം തന്നെ പറയുന്നത്. അദ്നാനികളായ ആളുകളും കഹ്താനികളായ ആളുകളും. ഈ കഹ്താനി വംശജരാണ്, അല്ലെങ്കിൽ കഹ്താനി ഗോത്രക്കാരാണ് ഇസ്ലാമിന്റെ തുടക്കത്തിൽ, അല്ലെങ്കിൽ പിന്നെ ഏറ്റവും നല്ല രൂപത്തിൽ അറബി സംസാരിച്ചിരുന്ന ആളുകൾ എന്നുള്ളത്. അൽ അറബുൽ ആരിബ എന്നിവരെ പറയും. ഈ കഹ്താൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെയാണ് അറബി ഭാഷയുടെ പിതാവ് എന്ന രൂപത്തിൽ ഇന്നും അറിയപ്പെടുന്നത്. ഈ കഹ്താൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മകനായിരുന്നു യഅൂബ്. ഈ മകനിലേക്ക് ചേർത്തിയിട്ടാണ് അറബി എന്നുള്ള പദം പോലും വന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഈ കഹ്താനി വംശജർ അവരാണ് യഥാർത്ഥമായ അറബികൾ, അറബി ഭാഷ സംസാരിക്കുന്ന ആളുകൾ. അവര് യമനി ദേശക്കാരാണ്, അറബ് ദേശക്കാരല്ല, യമന് ദേശക്കാരായിരുന്നു. നമുക്ക് കാണാൻ കഴിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒക്കെ വല്യുപ്പായ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും അവര് പിന്നീട് മക്കയിലേക്ക് വന്നിട്ടാണ് ഇവിടെ എന്ത് അറബി ഭാഷ പ്രചരിക്കുന്നത്. അപ്പോ ഈ കഹ്താൻ വംശജർ, കഹ്താൻ ഗോത്രത്തിലെ ആളുകള് അവർ യമനികളാണ്. ആദ്യ കാലഘട്ടത്തിൽ തന്നെ അറബി സംസാരിച്ചിരുന്ന ആളുകൾ. അദ്നാനികൾ എന്ന് പറഞ്ഞാല് അവരുടെ യഥാർത്ഥ ഭാഷ അറബിയല്ല, അവർ അറബി പഠിച്ച ആളുകളാണ്, മറ്റു ദേശക്കാരായ ആളുകളാണ്. പിന്നീട് അറബി രാജ്യത്തെത്തി അറബി പഠിച്ച് പിന്നീട് അറബി ഭാഷ മാതൃഭാഷയായി സ്വീകരിച്ച ആളുകൾ. അദ്നാനികൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ തുടക്കം ഇറാഖിലെ യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഊർ എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്നാണ്. ആരാണ് ഊർ എന്ന പട്ടണത്തിൽ നിന്ന് മക്കയിലേക്ക് വന്ന ആള്? ആരാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിന്റെ ഭാര്യയായ ഹാജറ ബീവിയും അദ്ദേഹത്തിന്റെ മകനായ ഇസ്മായിൽ നബിയും. നമുക്ക് കാണാൻ കഴിയും ഇവര് പിന്നീട് എന്ത് ചെയ്തു? ഇവര് മക്കയിലേക്ക് വന്നു. അതിന്റെ പിൻതലമുറക്കാർ, ഇസ്മായിൽ നബിയുടെ പിൻതലമുറക്കാർ, ഇസ്മായിൽ നബിയുടെ മക്കളിൽപ്പെട്ട ഒരാളാണ് അദ്നാൻ. ആ വ്യക്തിയിലേക്ക് ചേർത്തിയിട്ടാണ് അദ്നാനികൾ എന്ന് പേര് വരാനുള്ള കാരണം. ഞാൻ ഒന്നുകൂടി പറയാം. ഇസ്ലാമിന്റെ തുടക്കത്തിലുള്ള ആളുകൾ, അല്ലെങ്കിൽ ആദ്യമായി അറബി സംസാരിച്ച ആളുകൾ അൽ അറബുൽ ബാഇദ, അവര് നാമാവശേഷമായപ്പോ പിന്നീട് ബാക്കിയായ ആളുകളെ അൽ അറബുൽ ബാഖിയ എന്ന് പറയും. ഈ അറബുൽ ബാഖിയ എന്ന് പറയുന്ന ആളുകളെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് കഹ്താനികൾ, യഥാർത്ഥമായും അറബി സംസാരിക്കുന്ന ആളുകൾ. പിന്നുള്ളത് അദ്നാനികളാണ്. അവർ യഥാർത്ഥ അറബികളല്ല, മറ്റുള്ള ദേശക്കാരാണ്. പിന്നീട് അറബി രാജ്യത്തെത്തി അവരെന്ത് പഠിച്ചതാണ്? അറബി പഠിച്ചതാണ്. എന്തായാലും ഈ കഹ്താൻ ഗോത്രത്തിൽപ്പെട്ട ഒരു 3 ഉപഗോത്രങ്ങളുണ്ട്. ഹിമ്യർ, കഹ്ലാൻ, ജുർഹും. ഈ 3 ഗോത്രങ്ങളുണ്ട്. ഇതിൽ ജുർഹും എന്ന് പറയുന്ന ആ ഒരു ഗോത്രത്തിന്റെ പേര് നിങ്ങൾ ഓർത്തു വെക്കണം. ജുർഹും എന്ന് പറയുന്ന ഗോത്രത്തിന്റെ പേര് ഇപ്പൊ നിങ്ങൾ മനസ്സിൽ ഓർത്തു വെക്കുക. ഇൻഷാ അല്ലാഹ് ഞാനത് വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എന്തായാലും കഹ്താനി വംശജരായ ആളുകൾ അവർ യമനികളാണ്. അതേപോലെ തന്നെ അദ്നാനികളായ ആളുകൾ ഇറാഖിലുള്ള ആളുകളാണ്. ഇറാഖിൽ നിന്ന് അവര് മക്കയിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ നബിയും ഹാജറ ബീവിയും മക്കയിലേക്ക് എത്തിയതാണ്. അപ്പോ സാന്ദർഭികമായ കാര്യം സൂചിപ്പിക്കട്ടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാജറ ബീവിയെ കല്യാണം കഴിക്കാനുള്ള കാരണം എന്തായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് കാണാൻ കഴിയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 1ാമത്തെ ഭാര്യ സാറ ബീവിയാണ്. ഇബ്രാഹിം നബിയും സാറ ബീവിയും അവര് ഈജിപ്തിലെത്തി. ഈജിപ്തിൽ ആ കാലഘട്ടത്തിലെ ഭരണാധികാരി ഏറ്റവും മോശപ്പെട്ട രാജാവായിരുന്നു. സ്ത്രീകളെ ദുരുപയോഗം ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു ആ കാലഘട്ടത്തിലെ ഭരണാധികാരി. അങ്ങനെ സാറാ ബീവി കാണാൻ നല്ല ഭംഗിയുള്ള മഹദിയാണ്. സാറാ ബീവിയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഈജിപ്തിലെത്തി എന്നുള്ള വാർത്ത കേട്ടപ്പോ ആ കാലഘട്ടത്തിലെ മോശപ്പെട്ട ഭരണാധികാരി അദ്ദേഹത്തിന്റെ ഭടന്മാരെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു സാറാ ബീവിയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ. അങ്ങനെ ഈ ഭടന്മാര് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ടെന്റിലെത്തി അദ്ദേഹത്തോട് ചോദിച്ചു, ഈ സ്ത്രീ നിങ്ങളുടെ ആരാണ്? അദ്ദേഹം പറഞ്ഞു, ഉഖ്തി, എന്റെ സഹോദരിയാണ്. അദ്ദേഹം അവിടെ കളവല്ല പറഞ്ഞത്. സത്യവിശ്വാസികളായ ആളുകൾ, സത്യവിശ്വാസികളും വിശ്വാസിനികളും പരസ്പരം സഹോദരങ്ങളാണ്. ആ അടിസ്ഥാനത്തിൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാര്യയാണെങ്കിലും അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു, ഉഖ്തി, എന്റെ സഹോദരിയാണ് എന്ന് പറഞ്ഞു. ഈ മഹദിയെ പട്ടാളക്കാരായ ആളുകൾ അവര് പിടിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് സാറാ ബീവി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കൊട്ടാരത്തിലെത്തി ആ ഈജിപ്തിലെ മോശപ്പെട്ട ഭരണാധികാരി സാറാ ബീവിയെ കയറി പിടിക്കാൻ നോക്കിയപ്പോ ഈ രാജാവിന്റെ കയ്യും കാലൊക്കെ തളരുകയാണ്.
കയ്യും കാലും തളരുന്നുണ്ട്. അപ്പൊ ഇയാൾക്ക് മനസ്സിലായി ഈ സാറാ ബീവി പ്രാർത്ഥിച്ചത് കൊണ്ടാണെന്ന് മനസ്സിലാക്കിയപ്പോൾ സാറാ ബീവിനോട് കേണപേക്ഷിക്കുകയാണ്, നിങ്ങൾ എന്റെ പഴയ അവസ്ഥയിലേക്ക് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ നിങ്ങളെ മാന്യമായിട്ട് പറഞ്ഞേക്കാം, ഇനി ഞാൻ നിങ്ങളുടെ ശരീരത്തിൽ തൊടില്ല, തുടർന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. സാറാ ബീവി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അയാളുടെ ശരീരം പൂർണ്ണ പഴയ രൂപത്തിലേക്ക് ആകും. പഴയ രൂപത്തിലായ ഉടനെ തന്നെ അയാൾ വീണ്ടും കയറി പിടിക്കാൻ നോക്കും. വീണ്ടും അയാളുടെ ശരീരം തളർന്നു പോകും. അപ്പൊ ഈ രാജാവിന് മനസ്സിലാകും ഈ സ്ത്രീക്ക് പ്രത്യേക കഴിവുണ്ട്. അങ്ങനെ അവരോട് പറയാണ്, ഞാൻ ഇനി ഒരിക്കലും നിങ്ങളുടെ ശരീരത്തിൽ ഞാൻ സ്പർശിക്കില്ല, ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, നിങ്ങൾ എന്റെ പഴയ അവസ്ഥയിലാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. സാറാ ബീബി പ്രാർത്ഥിക്കും. ഈ രാജാവ് ഭടന്മാരോട് പോയി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മനുഷ്യനല്ല കൊണ്ടുവന്നത്, ഒരു ശൈത്താനെയാണ് എന്റെ റൂമിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നത് എന്ന് പോലും ആ രാജാവ് പറയുന്നുണ്ട്. എന്തായാലും ആ രാജാവ് അവരെ മാന്യമായിട്ട് തിരിച്ചു പറഞ്ഞയക്കും. ആ പറഞ്ഞയക്കുന്ന സമയത്ത് സാറാ ബീബിക്ക് ഒരു ഹദിയായിട്ട്, ഒരു സമ്മാനായിട്ട് കൊടുക്കുന്നതാണ് ഹാജറ എന്ന് പറയുന്ന അടിമ സ്ത്രീയെ. അപ്പൊ ഇബ്രാഹിം നബിയും സാറാ ബീവിയും അവർ ഒരുമിച്ച് ജീവിക്കാണ്. വർഷങ്ങളായിട്ടും അവർക്ക് മക്കളില്ല. പിന്നീട് സാറാ ബീവിയുടെ നിർദ്ദേശപ്രകാരം ഹാജറ ബീവിയെ വിവാഹം കഴിക്കും. അതിൽ ജനിക്കുന്ന മകനാണ് ഇസ്മായിൽ. ഈ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ച ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശം വരും, ഹാജറ ബീവിയെയും ഇസ്മായിൽ നബിയെയും ആ കുട്ടി മുലകുടി പ്രായമുള്ള സമയത്ത് തന്നെ മക്കയിൽ കൊണ്ടുവന്നാക്കണം. അപ്പൊ ഇറാഖിലെ യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഊർ എന്ന പട്ടണത്തിൽ നിന്ന് അവരെന്ത് ചെയ്യാണ്, അറേബ്യയിലേക്ക് വരികയാണ്. മക്കയിലേക്ക് എത്തി. മക്കയിലെത്തി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കുറച്ച് ദിവസം ജീവിക്കാനുള്ള ഭക്ഷണം അവരുടെ കയ്യിൽ നൽകി അദ്ദേഹം തിരിച്ചു പോവുകയാണ്. അപ്പൊ ഭാര്യയായ ഹാജർ ചോദിക്കുന്നുണ്ട്, എന്നെയും ഈ ചോര കുഞ്ഞിനെയും മക്കയിൽ ഉപേക്ഷിച്ച് നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? അപ്പൊ ഒന്നും ഇണ്ടാതെ വീണ്ടും മുമ്പിലേക്ക് നടക്കുകയാണ്. പുറത്തുനിന്ന് ഒരുപാട് തവണ ചോദിക്കും. അവസാനം ഹാജറ ബീബി ചോദിക്കാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണോ ഈ രൂപത്തിൽ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ ഈ രൂപത്തിൽ പ്രവർത്തിക്കാനുള്ള കാരണം അള്ളാഹു ഈ രൂപത്തിലാണോ താങ്കളോട് കൽപ്പിച്ചിട്ടുള്ളത്? അതെ, അള്ളാഹുവിന്റെ കൽപ്പനയാണെന്ന് പറയുമ്പോൾ ഹാജറ ബീബി പറയുകയാണെങ്കിൽ അള്ളാഹു ഞങ്ങളെ സംരക്ഷിച്ചോടും എന്ന രൂപത്തിൽ ഹാജറ ബീബി പറയാണ്. അങ്ങനെ ഹാജറ ബീവിയും മകനായ ഇസ്മായിലും മക്കയിൽ ജീവിക്കും. ആ സമയത്ത് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം തീരും. പിന്നീടാണ് സംസം വെള്ളം, നമുക്കൊക്കെ അറിയാം അതിന്റെ ചരിത്രം, സംസം വെള്ളം കാണാൻ കഴിയുന്നതും അത് ഉത്ഭവിക്കുന്നതും അതിൽ നിന്ന് അവർ വെള്ളം കുടിക്കുന്നതും. നമുക്ക് അറിയുന്ന ഒരു വിഷയമാണ്, ഈ മരുഭൂമിയിൽ ഒരു ഭാഗത്ത് വെള്ളം ഉണ്ടെങ്കിൽ അതിന്റെ മേലെ പക്ഷികൾ ഇങ്ങനെ പറക്കും. അപ്പൊ ആ ഒരു സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ കഹ്താൻ ഗോത്രത്തിന്റെ ഉപഗോത്രമായ ജുറൂഹും ഗോത്രം, ഓർമ്മല്ലേ? കഹ്താൻ ഗോത്രത്തിന് അഥവാ യഥാർത്ഥ അറബികൾ, യമനിക്കാരായ യഥാർത്ഥ അറബികളായ കഹ്താൻ ഗോത്രത്തിന്റെ ഉപഗോത്രമായ ജുറൂഹും ഗോത്രം അവര് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പക്ഷി മേലെ പറക്കുന്നത് ഇങ്ങനെ കാണും. അപ്പൊ ഇതിന്റെ അടയാളം അവിടെ വെള്ളം ഉണ്ട് എന്നാണ് അർത്ഥം. സംസം വെള്ളം ഉണ്ടായത് കൊണ്ടാണ് പക്ഷികൾ അവിടെ മേലെ പറക്കുന്നത്. ഇത് കണ്ട ജുറൂഹും ഗോത്രം നേരെ ഹാജറ ബീവിയുടെയും മകനായ ഇസ്മായിൽ നബിയുടെയും അടുക്കൽ വന്ന് അവരോട് അനുവാദം ചോദിക്കും, ഞങ്ങൾ മക്കയിൽ ജീവിക്കാൻ അനുവാദം തരുമോ? ഞങ്ങൾ യഥാർത്ഥ അറബികളല്ല, ഞങ്ങൾ യമനി ദേശത്തിലെ കഹ്താൻ ഗോത്രത്തിലെ ഉപഗോത്രമായ ജുറൂഹും ഗോത്രത്തിന്റെ ആളുകളാണ്. ഞങ്ങൾക്ക് മക്കയിൽ ജീവിക്കാനുള്ള അനുവാദം തരണം. ഹാജറ ബീവി അവർക്ക് അനുവാദം കൊടുക്കും. അങ്ങനെ അവര് മക്കയിൽ ജീവിക്കും. അങ്ങനെ അവര് മക്കയിൽ ജീവിക്കുമ്പോൾ സ്വാഭാവികമാണ്, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെറിയ കുട്ടിയാണ്. ഈ ചെറിയ കുട്ടി ആയിരിക്കുന്ന സമയത്ത് തന്നെ ജുറൂഹും ഗോത്രത്തിൽ നിന്ന് അവരുടെ ഭാഷ ആര് പഠിക്കുകയാണ്? ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം എന്ത് പഠിച്ചു? അറബി ഭാഷ പഠിച്ചു. അറബി ഭാഷ പഠിച്ച് അദ്ദേഹം ഈ ജുറൂഹും ഗോത്രത്തിൽ നിന്ന് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നുണ്ട്. ജുറൂഹും ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അപ്പൊ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ അദ്നാനികളും കഹ്താനികളായ ആളുകളും തമ്മിൽ മിക്സ് ആകുന്നത്? അഥവാ കഹ്താനികൾ എന്ന് പറഞ്ഞാല് അവരുടെ ഉപഗോത്രത്തിൽപ്പെട്ട ജുറൂഹും ഗോത്രം വന്നു. അതേപോലെ തന്നെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരമ്പരായ അദ്നാനികള് അവരും തമ്മിൽ ഇസ്മായിൽ നബിയും ജുറൂഹും ഗോത്രത്തിലെ സ്ത്രീയും തമ്മിൽ കല്യാണം കഴിച്ചപ്പോൾ ഇവര് തമ്മിൽ എന്ത് ചെയ്തു? ഒന്നായി. പിന്നീട് ഇവര് തമ്മിൽ എന്ത് ചെയ്തു? ഭാഷ പഠിക്കുകയാണ്. പിന്നെ ഈ ജുറൂഹും ഗോത്രം യഥാർത്ഥ അറബി ഭാഷ ഈ അദ്നാനികളായ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഈ അദ്നാൻ എന്ന് പേര് വരാനുള്ള കാരണം എന്താണ്? ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 12 മക്കൾ ഉണ്ടായിരുന്നു. ആ 12 മക്കളും 12 ഗോത്രങ്ങളായി. ആ 12 ഗോത്രങ്ങളിൽ ആളുകൾക്കിടയിൽ പ്രചരിച്ച അറിയപ്പെട്ട ഗോത്രം അദ്നാൻ എന്ന് പറയുന്ന ഗോത്രമാണ്. അഥവാ അദ്നാൻ എന്ന് പറഞ്ഞ ഒരാളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 21ാമത്തെ ഉപ്പ.
അഥവാ റസൂലുള്ളാഹിന്റെ ഉപ്പ അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, ഖുസയ്യ, കിലാബ്, മുർറ, കഅബ്, ലുഗൈ, ഗാലിബ്, ഫിഹ്ർ, മാലിക്, നദർ, കിനാന എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ പിതൃ പരമ്പരയിലെ 21ാമത്തെ പിതാമഹനാണ് അദ്നാൻ. അങ്ങനെ ഈ അദ്നാനികളായ ആളുകൾ എന്ത് ചെയ്തു? അറബി ഭാഷ പഠിച്ചു. അപ്പൊ നോക്കാണി, അല്ല റബുൽ ബാഇദ എന്ന് പറഞ്ഞാല് അതിപുരാതനമായ അറബികളാണ്. അവരുടെ ചരിത്രം നാമാവശേഷമായിട്ടുണ്ട്. പിന്നീട് ബാക്കിയായ ആളുകളാണ് അൽ അറബുൽ ബാഖിയ. ഈ അറബുൽ ബാഖിയ എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് അദ്നാനികളായ ആളുകൾ, രണ്ട് കഹ്താനികളായ ആളുകൾ. കഹ്താനികളായ ആളുകളാണ് യഥാർത്ഥമായും അറബി സംസാരിച്ച ആളുകൾ. അദ്നാനികള് അവരുടെ മാതൃഭാഷ അറബിയല്ല, പിന്നീട് അവർ അറബ് ദേശത്തേക്ക് വന്ന് അറബി ഭാഷ പഠിച്ച ആളുകളാണ്. ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് പിന്നീട് അറബി ഭാഷ ലോകത്ത് പ്രചരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ജുർഹും ഗോത്രം ഞാൻ പറഞ്ഞു. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജുർഹും ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് അവര് ജീവിക്കാണ്. പിന്നീട് ഇസ്മായിൽ നബിന്റെ കാലത്തിനൊക്കെ ശേഷം മക്കയുടെ അധികാരം ജുർഹും ഗോത്രം ഏറ്റെടുത്തു. ഈ ജുർഹും ഗോത്രം പിന്നീട് പിൻതലമുറക്കാരായി വന്ന ആളുകൾ ഏറ്റവും മോശപ്പെട്ട ഭരണാധികാരികളായിരുന്നു. അവർ ഹജ്ജിന് വന്ന ഹാജിമാരുടെ സമ്പത്ത് മോഷ്ടിച്ചു, ആളുകളെ കൊള്ളയടിച്ചു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ആ കാലഘട്ടത്തിൽ സംസം വെള്ളം പോലും പറ്റിയിട്ടുണ്ട്. ഇവരുടെ അതിക്രമം മൂലം സംസം വെള്ളം പോലും ഈ ജുർഹും ഗോത്രത്തിന്റെ അതിക്രമം മൂലം പറ്റിപ്പോയി. അങ്ങനെ ഈ ഒരു സമയത്താണ് ബനു ഹുസാ എന്ന് പറയുന്ന ഒരു ഗോത്രം മക്കയിൽ വരുന്നത്. ബനു ഹുസാ ഗോത്രം മക്കയിൽ വന്ന് അവര് ഈ ജുർഹും ഗോത്രത്തോട് ചോദിച്ചു, ഞങ്ങൾക്ക് മക്കയിൽ ജീവിക്കാൻ അനുവാദം നൽകുമോ? അപ്പൊ ജുർഹും ഗോത്രം പറഞ്ഞു, ഞങ്ങൾ അനുവാദം തരില്ല. അങ്ങനെ ബനു ഹുസാ ഗോത്രവും ജുർഹും ഗോത്രം തമ്മിൽ യുദ്ധം നടന്നു. യുദ്ധം നടന്ന സമയത്ത് ജുർഹും ഗോത്രം പരാജയപ്പെട്ടു. ബനു ഹുസാ ഗോത്രത്തിന്റെ കയ്യിൽ മക്കയുടെ അധികാരം കിട്ടി. ശരിക്കും മനസ്സിലാക്കണേ, ഇസ്മായിൽ നബി വിവാഹം കഴിക്കുന്നത് ജുർഹും ഗോത്രത്തിൽ നിന്നാണ്. പിന്നീട് ഇസ്മായിൽ നബിന്റെ ഒക്കെ കാലത്തിന് ശേഷം മക്കയുടെ അധികാരം ജുർഹും ഗോത്രത്തിന്റെ കയ്യിൽ കിട്ടി. ഈ ജുർഹും ഗോത്രത്തിലെ പിൻതലമുറക്കാരായ ആളുകൾ മോശപ്പെട്ട ഭരണാധികാരികളാണ്. അവര് ഹാജിമാരുടെ സമ്പത്ത് മോഷ്ടിച്ചു, കൊള്ളയടിച്ചു. അങ്ങനെ ഒരുപാട് ഫിത്നകൾ അവരുണ്ടാക്കി. എത്രത്തോളം എന്ന് ചോദിച്ചാൽ സംസം വെള്ളം പോലും പറ്റുന്ന രൂപത്തിലേക്ക് ആ കാലഘട്ടം ഉണ്ടായി. ആ ഒരു സമയത്താണ് ബനു ഹുസാ ഗോത്രം മക്കയിൽ വരുന്നതും മക്കയിൽ ജീവിക്കാൻ അനുവാദം ചോദിക്കുന്നതും. ഈ ജുർഹും ഗോത്രം മക്കയിൽ നിന്ന് വന്നവരല്ല, അത് യമനികളാണ്. അവര് വന്ന പോലെ തന്നെ ബനു ഹുസാ ഗോത്രം ചോദിക്കുക, ഞങ്ങൾക്കും മക്കയിൽ ജീവിക്കാൻ അനുവാദം തരുമോ? അവർ അനുവാദം കൊടുത്തില്ല. ഈ രണ്ട് ഗോത്രം തമ്മിൽ യുദ്ധം നടന്നു. ജുർഹും ഗോത്രം പരാജയപ്പെട്ടു. ബനു ഹുസാ ഗോത്രം അവിടെ മക്കയിൽ അധികാരമേറ്റു. ഈ ജുർഹും ഗോത്രം പരാജയപ്പെട്ട് തിരിച്ചു പോകുമ്പോൾ അവരെന്ത് ചെയ്തു? അവരുടെ പക്കലുണ്ടായിരുന്ന സ്വർണവും വെള്ളിയൊക്കെ സംസം കിണറിലിട്ട് ആ കിണർ അങ്ങോട്ട് മൂടി. അത്രത്തോളം ഫിത്നയാണ് ഈ ജുർഹും ഗോത്രം ആ കാലഘട്ടത്തിൽ ചെയ്തത്. പിന്നീട് മക്കയുടെ അധികാരം ആരുടെ കയ്യിലാണ്? ബനു ഹുസാ ഗോത്രത്തിന്റെ കയ്യിലാണ്. ഈ ബനു ഹുസാ ഗോത്രത്തിൽപ്പെട്ട ഈ വ്യക്തിയാണ് അംർ ഇബ്നു ലുഅയ് അൽ ഖുസാഇ എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യമായി അറേബ്യയിൽ മക്കയിൽ വിഗ്രഹാരാധന ആരംഭിക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഇപ്പോ ഇബ്രാഹിം നബിയും മകനായി ഇസ്മായിൽ നബിയും മക്കത്തെത്തി. ആ കാലഘട്ടത്തിലൊന്നും ഇല്ല, വിഗ്രഹങ്ങളില്ല. എന്നാൽ പിന്നീട് ജുർഹും ഗോത്രത്തിൽ നിന്ന് ബനു ഹുസാ ഗോത്രം ആ മക്കയുടെ അധികാരം പിടിച്ചെടുത്ത് ബനു ഹുസാ ഗോത്രത്തിലെ ബുദ്ധിജീവിയായിരുന്നു അംർ ഇബ്നു ലുഅയ് അൽ ഖുസാഇ എന്ന് പറയുന്ന വ്യക്തി. ഈ വ്യക്തിയാണ് ആദ്യമായി കൊണ്ട് മക്കയിൽ വിഗ്രഹാരാധന ആരംഭിക്കുന്നത്. ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ ഒരിക്കൽ സിറിയയിലേക്ക് യാത്ര പോയി. ശരിക്കും ശ്രദ്ധിക്കണേ, ഈ ബനു അംർ ഇബ്നു ലുഅയ് അൽ ഖുസാഇ എന്ന് പറയുന്ന വ്യക്തി സിറിയയിലേക്ക് യാത്ര പോയി. സിറിയയിൽ അദ്ദേഹം യാത്ര പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നത് ഇയാൾ കണ്ടു. വിഗ്രഹങ്ങൾ ആരാധിക്കുന്നത് കണ്ടപ്പോൾ ഈ വിഷയത്തിൽ ഇയാൾ ആകൃഷ്ടനാകുകയാണ്. അങ്ങനെ ഇയാൾ ആകൃഷ്ടനായി ഒരു വിഗ്രഹത്തെ ഇയാൾ മേടിച്ചു. അങ്ങനെ ഇയാൾ മേടിച്ച വിഗ്രഹമാണ് ഹുബുലെ എന്ന് പറയുന്ന വിഗ്രഹം. എന്താണ് ഹുബുലെ എന്ന് പറയുന്ന ഒരു വിഗ്രഹം അയാൾ മേടിച്ച് ആദ്യമായി കൊണ്ട് അദ്ദേഹം മക്കയിലേക്ക് കൊണ്ടുവന്നു. ചില റിപ്പോർട്ടിൽ കാണാൻ കഴിയും, അദ്ദേഹം കൊണ്ടുവരുന്ന സമയത്ത് ആ വിഗ്രഹത്തിന്റെ ഒരു കൈ മുറിഞ്ഞുപോയി. ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് ആ വിഗ്രഹം വീണ് ഒരു കൈ മുറിഞ്ഞു പോയപ്പോൾ സ്വർണത്തിന്റെ കൈയൊക്കെ നിർമ്മിച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യണത്? ഹുബുൽ എന്ന് പറയുന്ന വിഗ്രഹത്തെ മക്കയിൽ കൊണ്ടുവന്നാക്കുന്നത്. അങ്ങനെയാണ് ആദ്യമായി കൊണ്ട് മക്കയിൽ വിഗ്രഹാരാധന ആരംഭിക്കുന്നത്. ഇവിടുന്ന് തൊട്ടാണ് മക്കയിലൊക്കെ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതും. അദ്ദേഹം കഅബന്റെ ഉള്ളിൽ ഈ ഹുബുല എന്ന് പറയുന്ന വിഗ്രഹത്തെ സ്ഥാപിക്കുന്നുണ്ട്. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും
ഹുബൈല എന്ന് പറയുന്ന വിഗ്രഹത്തിന്റെ പേര് നമുക്ക് കാണാൻ കഴിയും. ചില 3-ാം വർഷം ഉഹദ് യുദ്ധ സമയത്ത് മുസ്ലിമീങ്ങൾക്ക് പരാജയം ഉണ്ടായ സമയത്ത് റസൂലുള്ളാഹിയും സ്വഹാബത്തും ആ ഉഹദിന്റെ മലയുടെ മുകളിൽ കയറി നിന്നപ്പോ താഴെ നിന്ന് അബൂ സുഫിയാൻ ചോദിക്കുന്നുണ്ട്, അഫിൽ ഖൗമി മുഹമ്മദ്, നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് ഉണ്ടോ? സ്വഹാബത്ത് മിണ്ടിയില്ല. അഫിൽ ഖൗമി ഇബ്നു അബി ഖുആഫ, അബൂ ഖുആഫയുടെ മകൻ അബൂബക്കർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? സ്വഹാബത്ത് മിണ്ടിയില്ല. അഫിൽ ഖൗമി ഇബ്നു ഖത്താബ്, ഖത്താബിന്റെ മകൻ ഉമർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? അതിനും മിണ്ടിയില്ല. അങ്ങനെ അപ്പോ അബൂ സുഫിയാൻ തിരിഞ്ഞു പറയാണ്, ബദറിന് പകരം ഉഹദ് നമ്മൾ എടുത്തിട്ടുണ്ട്, നമുക്ക് വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന രൂപത്തിലൊക്കെ പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇത് കേട്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കാൻ പറഞ്ഞപ്പോ അദ്ദേഹം മറുപടി കൊടുത്തു, പിന്നെ അബൂബക്കറും ഉമറും റസൂലുള്ളാഹിയും ആരും മരണപ്പെട്ടിട്ടില്ല, എല്ലാ ആളുകളും ജീവനോടുണ്ട്. അപ്പൊ താഴെന്ന് അബൂ സുഫിയാൻ പറഞ്ഞ പേരാണ് ഹുബുൽ എന്ന വിഗ്രഹം എത്ര ഉന്നതം. അഥവാ അവര് വലിയ രൂപത്തിൽ അവര് വലിയ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു വിഗ്രഹമാണ് ഹുബുലെ എന്ന് പറയുന്ന വിഗ്രഹം. ആ വിഗ്രഹം ആദ്യമായി കൊണ്ട് മക്കയിൽ കൊണ്ടുവരുന്നത് ആരാണ്? അംർ ഇബ്നു ലുഅയ് അൽ ഹുസാഇ എന്ന് പറയുന്ന വ്യക്തിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാളെ കുറിച്ച് പറയാണ്, റഅയ്തു അംർ ഇബ്നു ലുഅയ് അൽ ഹുസാഇ യജുറു ഖുസ്ബഹു ഫിന്നാർ. ഞാൻ അംർ ഇബ്നു ലുഅയ് എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ നരകത്തിൽ കണ്ടിട്ടുണ്ട്. അറേബ്യയിൽ ആദ്യമായി കൊണ്ട് വിഗ്രഹ ആരാധന തുടങ്ങിയ ഈ വ്യക്തിയെ ഞാൻ നരകത്തിൽ കണ്ടു. അയാളുടെ കുടൽമാല പുറത്തേക്ക് ചാടി അത് വലിച്ചടക്കുന്ന രൂപത്തിലാണ് ഞാൻ അയാളെ നരകത്തിൽ കണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ അങ്ങനെയാണ് അറേബ്യയിൽ ആദ്യമായി കൊണ്ട് വിഗ്രഹ ആരാധന ആരംഭിക്കുന്നത്. ഹുബുൽ എന്ന് പറയുന്ന വിഗ്രഹമാണ് ആദ്യം വരുന്നത്. പിന്നീട് വരുന്ന വിഗ്രഹമാണ് ലാത്ത, ഉസ്സ, മനാത്ത. നമ്മൾ കേട്ട പേരാണ്. ശരിക്കും ലാത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ലാത്ത എന്ന് പറഞ്ഞാല് ത്വായിഫ് നിവാസികളുടെ വിഗ്രഹമാണ്, അവരുടെ ബിംബമായിരുന്നു ലാത്ത എന്ന് പറഞ്ഞാല്. ശരിക്കും ലാത്ത അതൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഹജ്ജിന് വരുന്ന ഹാജിമാർക്ക് ഭക്ഷണം സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കി കൊടുത്തിരുന്ന നല്ല വിശ്വാസിയായ നല്ലൊരു വ്യക്തിയായിരുന്നു ഈ ലാത്ത എന്ന് പറഞ്ഞ വ്യക്തി. ഇയാൾ മരണപ്പെട്ടപ്പോ ഇയാൾക്ക് പ്രത്യേക കഴിവുണ്ട് തുടങ്ങിയ വിഷയങ്ങളൊക്കെ പറഞ്ഞ് ഇയാളുടെ വിഗ്രഹം ഉണ്ടാക്കി അവരെന്ത് ചെയ്തു? ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ മക്കയിൽ പിന്നീട് ധാരാളം വിഗ്രഹങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയം പിടിച്ചടക്കിയപ്പോ, മക്ക ഫതഹിന്റെ സമയത്ത് കഅബന്റെ ഉള്ളിൽ കയറിയപ്പോ 360ഓളം വിഗ്രഹങ്ങൾ അന്ന് അതിന്റെ ഉള്ളിലുണ്ട്. 360ഓളം വിഗ്രഹങ്ങൾ അന്ന് അതിന്റെ ഉള്ളിലുണ്ട്. ആ ഉള്ളിലുള്ള വിഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഇബ്രാഹിം നബിയുടെ വിഗ്രഹമുണ്ട്, ഇസ്മായിൽ നബിയുടെ വിഗ്രഹമുണ്ട്. അങ്ങനെ ഇവര് മഹത്വം കൽപ്പിക്കുന്ന എല്ലാ ആളുകളുടെ വിഗ്രഹവും അതിലുണ്ടായിരുന്നു. ശരിക്ക് അറബികളും വിഗ്രഹങ്ങളും അവർക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു വിഷയമായിട്ട് വിഗ്രഹം മാറി. മഹാനായ അബൂ റജാ അൽ ഉദാരിദി എന്ന് പറയുന്ന ഒരു സ്വഹാബിയുണ്ട്. അദ്ദേഹം പറയാണ്, ഞങ്ങളൊരു യാത്ര പോയി. അവർക്ക് എത്രത്തോളം വിഗ്രഹവുമായിട്ടുള്ള ഇഷ്ടം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന ഒരു സംഭവമാണ്. ഞങ്ങള് ഒരു യാത്ര പോയപ്പോ അന്ന് ആ യാത്രയിൽ ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ ഒരു വിഗ്രഹം എടുത്തിട്ടില്ല. അപ്പൊ വിഗ്രഹം എടുക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് കുറച്ച് മണ്ണെടുത്ത് ആ മണ്ണിലേക്ക് ആടിനെ കറന്ന് ആടിന്റെ പാല് ഒഴിച്ച് കൂട്ടിക്കുഴച്ചിട്ട് ഒരു വിഗ്രഹം ഉണ്ടാക്കി. ആ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് ആ വിഗ്രഹത്തോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ വിഗ്രഹത്തെ ഞങ്ങൾ എന്ത് ചെയ്തു? തവാഫ് ചെയ്തു. അത്രത്തോളം വിഗ്രഹവുമായി കൂട്ടപ്പെട്ട ജീവിതമായിരുന്നു ഈ അറബികളുടെ. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ചിരിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. കുറെ സമയം ചിരിക്കും, പിന്നീട് അദ്ദേഹം കരയുന്നുണ്ട്. അപ്പൊ ഇത് കണ്ട സ്വഹാബത്ത് ചോദിക്കാണ്, എന്താണ് ഉമർ നിങ്ങൾ ചിരിക്കുന്നുണ്ട് കരയുന്നുണ്ട്, എന്താണ് കാരണം? അതിൽ ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, ഞങ്ങള് ഒരു യാത്രയിലാണ്. അന്ന് ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് വിഗ്രഹങ്ങളൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ഈത്തപ്പഴമുണ്ട്. ആ ഈത്തപ്പഴം എടുത്ത് ആടിനെ കറന്ന് പാല് കൊണ്ടുവന്ന് ആ ഈത്തപ്പഴം ആ പാല് ഒഴിച്ച് കുഴച്ച് ഞങ്ങളൊരു വിഗ്രഹം ഉണ്ടാക്കി. എന്നിട്ട് ആ വിഗ്രഹത്തെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ കുറച്ച് സമയം ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായി. വിശപ്പുള്ള സമയത്ത് ഞങ്ങൾക്ക് കഴിക്കാൻ പോകുന്ന ഭക്ഷണമില്ല. അപ്പൊ ഈ വിഗ്രഹത്തെ മുറിച്ചിട്ട് എന്ത് ചെയ്തു? ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. അത്രത്തോളം വിഗ്രഹവുമായി ഊട്ടപ്പെട്ട ആളുകളായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കഅബയിൽ ഇസാഫ്, നായില എന്ന് പറയുന്ന 2 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഇസാഫ് എന്ന് പറയുന്ന ഒരു പുരുഷനും നായില എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. ഇവര് 2 പേരും കവിതാക്കളാണ്, പരസ്പരം സ്നേഹിച്ച ആളുകളാണ്, ഒരുമിച്ച് ജീവിക്കാനൊക്കെ ആഗ്രഹിച്ച ആളുകളാണ്. ഇവര് 2 പേരും ഇവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി പരിശുദ്ധമായ കഅബയുടെ ഉള്ളിലേക്ക് കയറി.
അപ്പൊ പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി ഇസാഫും നായില എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ അവര് കാബന്റെ ഉള്ളിൽ കയറിയപ്പോ ഇവര് പിന്നീട് ബിംബമായിട്ട് മാറി എന്നുള്ളതാണ് ചരിത്രം. ബിംബമായിട്ട് മാറിയപ്പോ ആ കാലഘട്ടത്തിൽ അറബികൾ എന്ത് ചെയ്തു? ഒരു വിഗ്രഹത്തെ മറുവന്റെ ഭാഗത്തും മറുവിഗ്രഹത്തെ സഫന്റെ ഭാഗത്തും കൊണ്ടുവന്നാക്കി. നോക്കി നിങ്ങൾ സഫ മറുവന്റെ ഭാഗത്തേക്ക് കയറി ചെല്ലുമ്പോ അവിടെ ചൊല്ലേണ്ട ആയത്ത് ഏതാ? ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി. എന്താണ് ഫലാ ജുനാഹ അലൈഹി എന്ന് വരാനുള്ള കാരണം? അഥവാ അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, സഫയും മറുവയും ഇസ്ലാമിന്റെ അല്ലാഹുവിന്റെ മതചിഹ്നങ്ങളാണ്. ഒരാള് കഅബ മന്ദിരത്തിൽ ഹജ്ജ് ചെയ്യുകയോ ഉംറ ചെയ്യുകയോ ചെയ്താൽ ഫലാ ജുനാഹ അലൈഹി, അയാളുടെ മേലെന്തില്ല? കുറ്റമില്ല. ഇപ്പൊ സഫന്റെയും മറുവിന്റെ ഇടയിൽ സഅയ് നടത്തിയ കുറ്റമുണ്ടോ? പക്ഷെ വീണ്ടും കുറ്റമില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? അന്ന് ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകൾ ഈ ഇസാഫ് എന്ന് പറയുന്ന ഒരു വിഗ്രഹത്തെ സഫന്റെ ഭാഗത്തും അതേപോലെ തന്നെ നായില എന്ന് പറയുന്ന വിഗ്രഹത്തെ മറുവിന്റെ ഭാഗത്തും നിർത്തി. അപ്പൊ ഇവര് ഈ സഫ മറുവന്റെ ഇടയിൽ സഅയ് നടത്തുമ്പോൾ ഈ രണ്ട് വിഗ്രഹങ്ങൾക്കിടയിലാണ് ഇവര് സഅയ് നടത്തേണ്ടത്. അപ്പൊ ഇത് സ്വഹാബത്തിന് വല്ലാത്ത പ്രയാസം ഉണ്ടായി. ഈ രണ്ട് വിഗ്രഹങ്ങളുണ്ട്, അതിന്റെ ഇടയിൽ നിന്ന് ഞങ്ങൾക്ക് സഅയ് നടത്തണ്ടേ, അതുകൊണ്ട് ഞങ്ങളുടെ ഉംറ ശരിയാകോ, ഞങ്ങളുടെ ഹജ്ജ് ശരിയാകോ എന്നുള്ള ഒരു പേടി സ്വഹാബത്തിനുണ്ടായി. അപ്പോഴാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഇറങ്ങുന്നത്. സഫയും മറുവയും അല്ലാഹുവിന്റെ മതചിഹ്നങ്ങളാണ്. ആ കഅബ മന്ദിരത്തിൽ ഒരാൾ ഹജ്ജ് ചെയ്യുകയോ ഉംറ ചെയ്യുകയോ ചെയ്താൽ ഫലാ ജുനാഹ അലൈഹി, അയാളുടെ മേലിൽ കുറ്റമില്ല എന്നുള്ളതാണ്. ശരിക്ക് ഇവർ അള്ളാഹുവിലും വിശ്വസിച്ചിരുന്നു, പക്ഷേ അള്ളാഹുവിന്റെ മാത്രം വിഗ്രഹം അവരുണ്ടാക്കിയിട്ടില്ല. അത് വല്ലാത്തൊരു പോയിന്റാണ്. അള്ളാഹുവിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ അള്ളാഹുവിന്റെ വിഗ്രഹം മാത്രം ഇവരുണ്ടാക്കിയില്ല. അവരോട് ചോദിക്കാണ്, ആകാശത്ത് നിന്ന് മഴ ഇറക്കി തരുന്നത് ആരാണ്? ഭൂമിയിൽ നിന്ന് സസ്യങ്ങളെ മുളപ്പിക്കുന്നത് ആരാണ്? ആകാശഭൂമി സൃഷ്ടിച്ചതാരാണ്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അവര് പറയും അള്ളാഹു ആണ് എന്ന് പറയും. എന്തായാലും അല്ലാണെന്ന് പറയും. അല്ലെ, അവർക്ക് അള്ളാഹു വിശ്വാസം ഉണ്ടായത് കൊണ്ടാണ് കഅബാലയത്തെ ചൂണ്ടിയിട്ട് അവർ പറയാണ് ഹാദാ ബൈത്തുല്ലാഹ്, ഇത് അള്ളാഹുവിന്റെ ഭവനമാണ്. അബ്രഹത്തും കൂട്ടരും കഅബാലയം പൊളിക്കാൻ വേണ്ടി വന്നപ്പോ അബ്ദുൽ മുത്തലിബ് പറയുന്ന ഒരു കാര്യമുണ്ട്, ആ ഒട്ടകങ്ങൾ എന്റെ ഒട്ടകാണ്, കഅബയുടെ രക്ഷിതാവ് ഞാനല്ല, അതിന്റെ രക്ഷിതാവ് അള്ളാഹു ആണ്, ആ റബ്ബ് കഅബാലയത്തെ സന്ദർശിച്ചോളും. അല്ലെ, റസൂലുള്ളാഹിന്റെ ഉപ്പാന്റെ പേരെന്താ? അബ്ദുല്ലാഹ്. റസൂലുള്ള ജനിക്കുന്നതിന് മുമ്പ് തന്നെ അബ്ദുള്ള മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോ അള്ളാഹുവിൽ വിശ്വാസം അബ്ദുൽ മുത്തലിബിന് ഉണ്ടായത് കൊണ്ടാണ് അള്ളാഹുവിന്റെ അടിമ എന്ന പേര് മകന് നൽകിയത്. അപ്പൊ അവർക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടെങ്കിലും ഇവര് ലാത്തയെയും മുസയെയും മനാത്തയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചത് എന്തിനാ? അള്ളാഹുവിലേക്ക് ഒരു സാമീപ്യം കിട്ടാനാണ് ഞങ്ങൾ ഇവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ഇവർക്ക് സ്വയം കഴിവുണ്ടെന്ന് ഞങ്ങളും പറയുന്നില്ല. ഇവര് ശുപാർശകരാണ്, നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് റെക്കമെൻഡ് നടത്തും. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു ഇടയാളനെ വെക്കുന്നത് എന്നാണ് അന്ന് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലെ മക്കയിലെ മുശ്രിക്കീങ്ങൾ പറഞ്ഞത്. ഇന്നും നമ്മുടെ നാട്ടിലെ പല ആളുകളും പറയുന്നത്. അള്ളാഹു അവർക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തായാലും ഇതായിരുന്നു അറബികളുടെ ചരിത്രം. ഇവിടെ നിന്നാണ് അറബികളുടെ പൂർവികന്മാരുടെ തുടക്കം ആരംഭിക്കുന്നത്. അപ്പോ അല്ല റബ്ബുൽ ബാഇദ, അവര് നശിച്ചു പോയി. പിന്നീട് ബാക്കിയായ ആളുകളെ അല്ല റബ്ബുൽ ബാഇയ എന്ന് പറയും. ബാക്കിയായ അറബികളിൽ രണ്ട് രൂപത്തിലാണ്, അദ്നാനികളും കഹ്താനികളും. ഇതിൽ യഥാർത്ഥ അറബികൾ ആരാണ്? കഹ്താനികളാണ്. അദ്നാനികൾ അറബി വംശജരല്ല, അവര് മറ്റുള്ള ദേശത്തിൽ നിന്ന് അറബി ദേശത്തേക്ക് വന്ന് അറബി ഭാഷ പഠിച്ച് പിന്നീട് അവരുടെ മാതൃഭാഷയായി അറബി സ്വീകരിച്ച ആളുകളാണ്. അതേപോലെ തന്നെ ഈ ജുർഹും ഗോത്രം മക്കയുടെ അധികാരം ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് ബനു ഹുസാ ഗോത്രം മക്കയുടെ അധികാരം പിടിച്ചെടുത്തു. ആ ബനു ഹുസാ ഗോത്രത്തിൽപ്പെട്ട അംറു ബിൻ ലുഅയ് അൽ ഹുസാഇ എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യമായി കൊണ്ട് മക്കയിൽ വിഗ്രഹ ആരാധന ആരംഭിക്കുന്നത്. ഇതായിരുന്നു അറബികളുടെ ജാഹിലിയ കാലഘട്ടം. ഇത് ഒരു വിശ്വാസപരമായിട്ടുള്ള അധർമ്മമായിരുന്നെങ്കിൽ ധാർമ്മികപരമായിട്ടും അവര് വളരെ പുറകിലായിരുന്നു. ജാഹിലിയ കാലഘട്ടത്തിൽ ധാർമ്മികപരമായിട്ടും അവര് പുറകിലായിരുന്നു. ഇന്ന് ചരിത്രകാരന്മാർ 3 W ആയിക്കൊണ്ട് ചിത്രീകരിക്കുന്നുണ്ട്: വാർ, വൈഫ്, വുമൺ. ഇതിനു വേണ്ടി മാത്രം ജീവിച്ചിരുന്ന ആളുകൾ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ജാഹിലിയ കാലഘട്ടത്തിൽ 4 കല്യാണം ഉണ്ടായിരുന്നു. 4 രൂപത്തിലാണ് കല്യാണം. ഒന്ന്, ഇപ്പൊ നമ്മളൊക്കെ കല്യാണം കഴിക്കുന്നത് പോലെയുള്ള കല്യാണ സമ്പ്രദായം.
രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ രീതി, ഭർത്താവ് കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി ഭാര്യയെ ആ ഗോത്രത്തിൽ അറിയപ്പെട്ട ആളുകളുടെ അടുക്കലേക്ക് രാപ്പാർക്കാൻ വേണ്ടി ഭർത്താവ് ഭാര്യയെ പറഞ്ഞയക്കും. ആ ഗോത്രത്തിൽ അറിയപ്പെട്ട ആളുകളുടെ അടുക്കലേക്ക് രാപ്പാർക്കാൻ വേണ്ടി ഭാര്യയെ പറഞ്ഞയക്കും. എന്തിരുന്നതാണ്? ഇയാളിൽ നിന്ന് ഭാര്യ ഗർഭിണിയാകണം. അങ്ങനെ ഗർഭിണിയാകുമ്പോ ആ മകന് ഈ ഗോത്രത്തിൽ വലിയ സ്ഥാനം ഉണ്ടാകും. അതിനു വേണ്ടി ഭാര്യയെ ആ കാലഘട്ടത്തിലെ ഗോത്ര നേതാക്കളുടെ അടുക്കലേക്ക് രാപ്പാർക്കാൻ വിട്ടിരുന്ന ആളുകൾ. ഇതാണ് രണ്ടാമത്തെ രീതി. മൂന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് 10 പേരുമായി കൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് അവൾ ഗർഭിണിയായാൽ ഈ 10 ആളുകളെ നിരത്തി നിർത്തിയിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ആളെ ചൂണ്ടിയിട്ട് പറയും, എന്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിന്റെ പിതാവ് ഇയാളാണ്. ഇതാണ് മൂന്നാമത്തെ രീതി. നാലാമത്തെ രീതി എന്ന് പറഞ്ഞാൽ വേശ്യാവൃത്തികളാണ്. അഥവാ ആ കാലഘട്ടത്തിലെ സ്ത്രീകൾ വേശ്യ പ്രവർത്തനത്തിന് വേണ്ടി അവർ ഈ രൂപത്തിൽ ചെയ്യുന്ന ആളുകളാണ് എന്ന് അറിയിക്കാൻ വേണ്ടി വീടിന്റെ മുമ്പിൽ ഒരു കൊടിമരം നാട്ടിയിരുന്നു. അത് കണ്ടാലേ ഇതിന്റെ ആവശ്യക്കാർക്ക് എന്ത് ചെയ്യാം, ആ വീട്ടിലേക്ക് കയറി ചെല്ലാം. അത്രത്തോളം മോശമായ അവസ്ഥയായിരുന്നു അല്ലെ. ജീവനോടെ പെൺകുട്ടികളെ കുടിച്ചു മൂടിയിരുന്ന കാലം. അതെ, അറബ് ഗോത്രത്തിലെ എല്ലാ ആളുകളും അങ്ങനെയൊന്നല്ല. ചില ഗോത്രത്തിൽപ്പെട്ട ആളുകൾ പെൺകുട്ടികൾ ജനിക്കുന്നത് ഒരു മോശമായിട്ട് കണ്ടിരുന്നു. അതേപോലെ തന്നെ മദ്യപാനം തുടങ്ങിയ വിഷയങ്ങൾ. മദ്യപാനത്തിന്റെ വിഷയത്തിൽ കാണാൻ കഴിയും, ഒരു ഈച്ച മദ്യത്തിന്റെ ചഷകങ്ങളിൽ വീണ് ചത്തു. അപ്പൊ അതിനെടുത്തിട്ട് ഒരു കവി പാടിയ ഒരു പാട്ടുണ്ട്, ഒരു കവിത ഉണ്ട്. അത് പറയാണ്, നീ എത്ര വലിയ ഭാഗ്യവാനാണ്, കാരണം നീ ചത്തത് മദ്യം കുടിച്ചിട്ടാണ് എന്ന് പറഞ്ഞ ആളുകൾ. ഞാൻ മരിച്ചാൽ, അവർ വസിയത്ത് എഴുതിയിരുന്നു, ഞാൻ മരിച്ചാല് മുന്തിരിയുടെ വള്ളിയുടെ ചുവട്ടിൽ എന്നെ കുഴിച്ചു മൂടണം. അവിടെയാണ് എന്റെ കബർ ഇരിക്കേണ്ടത്. കാരണം ആ മുന്തിരിയുടെ വള്ളിയിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ലഹരി എന്റെ എല്ലുകൾക്ക് ലഹരി പകരും. അതുകൊണ്ട് ഞാൻ മരിച്ചാൽ മുന്തിരി വള്ളിയുടെ ചുവട്ടിൽ നിങ്ങളെ കുഴിച്ചു കൂടണം എന്ന് പറഞ്ഞ ആളുകൾ. അത്രത്തോളം മദ്യപിച്ചിരുന്ന ആളുകൾ. യുദ്ധത്തിന്റെ വിഷയത്തിലേക്ക് നോക്കാൻ കാണാൻ കഴിയും, 20 വർഷത്തോളം അവർ യുദ്ധം ചെയ്തിട്ടുണ്ട്. ഓരോ യുദ്ധങ്ങളൊക്കെ 20 വർഷം. ഈ 20 വർഷം യുദ്ധം ചെയ്തത് എന്തിനാണെന്നറിയോ? ഒരാളുടെ ഒട്ടകം തന്റെ അയൽവാസിയായ വ്യക്തിയുടെ വീട്ടിൽ പറമ്പിൽ കയറി കുറച്ച് പുല്ല് കഴിച്ചു. ഈ ഒറ്റ കാരണത്തിന്റെ പേരിൽ 20 വർഷത്തോളം യുദ്ധം ചെയ്ത ആളുകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഒന്ന് പറഞ്ഞ രണ്ടാമത്തതിന് യുദ്ധമാണ്. അത്രത്തോളം യുദ്ധകൊതിയന്മാരായ ആളുകൾ. അതുകൊണ്ടാണ് വാർ, വൈൻ, വുമൺ ഇതിന് മൂന്നിനും മാത്രം ജീവിച്ചിരുന്ന ആളുകൾ. പിന്നീട് അവരെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റിയെടുത്ത് ഏറ്റവും ഉത്തമമായ സമൂഹമായി മാറ്റിയെടുത്തത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയൊക്കെ ജാഹിലിയ കാലഘട്ടത്തിൽ അധർമ്മങ്ങൾ വ്യാപിക്കുമ്പോഴും അതിൽ വിശ്വാസികളായ ഒരു കൂട്ടം ആളുകൾ അന്നുണ്ടായിരുന്നു. അവരെ വിളിച്ചിരുന്ന പേരാണ് ഹുനഫാക്കളായ ആളുകൾ. അഥവാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതൃക ഉൾക്കൊണ്ട് ജീവിച്ച, ഇങ്ങനെ അധർമ്മങ്ങൾ വ്യാപിക്കുന്ന സമയത്തും വിശ്വാസികളായി ജീവിച്ച ഒരു ചെറു സംഘം. അതിൽപ്പെട്ട ആളുകളാണ് ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടതാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി ഒരിക്കൽ പോലും എന്ത് ചെയ്തിട്ടില്ല? ഒരു വിഗ്രഹത്തെയും ആരാധിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും വ്യഭിചരിച്ചിട്ടില്ല, കള്ളു കുടിച്ചിട്ടില്ല. അതേപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അബൂ ദർ ഗഫാരി റളിയല്ലാഹു അൻഹു തുടങ്ങിയ ആളുകളൊന്നും വിഗ്രഹത്തെ ആരാധിച്ചിട്ടില്ല. നമുക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും, അദ്ദേഹത്തിന്റെ ഉപ്പ ഒരിക്കൽ ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ ഇരുത്തി. ആ മുമ്പിൽ കൊണ്ടുപോയി ഇരുത്തിയപ്പോൾ അദ്ദേഹത്തിന് നല്ല വിശപ്പുണ്ട്, ചെറിയ കുട്ടിയാണ്. നല്ല വിശപ്പുള്ള സമയത്ത് ആ വിഗ്രഹത്തോട് ഭക്ഷണം ചോദിച്ചു. അദ്ദേഹം പറയാണ്, എനിക്ക് ആ വിഗ്രഹം ഭക്ഷണം തന്നില്ല, ഞാൻ കല്ലെടുത്തിട്ട് ആ വിഗ്രഹത്തിന്റെ മേലേക്ക് എറിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ചെറുപ്പം മുതലേ അബൂബക്കർ റളിയല്ലാഹു അൻഹു വിഗ്രഹങ്ങൾ ആരാധിച്ചിട്ടില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും, അദ്ദേഹം ജാഹിലിയത്തിലോ ഇസ്ലാമിലോ വ്യഭിചരിച്ചിട്ടില്ല. ജാഹിലിയത്തിലും വ്യഭിചരിച്ചിട്ടില്ല, ഇസ്ലാമിലും വ്യഭിചരിച്ചിട്ടില്ല. അദ്ദേഹം വിഗ്രഹങ്ങൾ ആരാധിച്ചിട്ടില്ല. ഇതൊക്കെ നമുക്ക് അറിയുന്ന ആളുകളാണ്. എന്നാൽ അതിൽ പ്രധാനികളായ ആളുകളിൽപ്പെട്ട ഒരാളായിരുന്നു ഖുസ് ബിൻ സാഇദ എന്ന് പറയുന്ന വ്യക്തി. റസൂലുള്ളാഹി പറയാണ്, എന്റെ 20ാമത്തെ വയസ്സിൽ ഉഖാദ എന്ന് പറയുന്ന ചന്തയിൽ ഞാൻ ഇയാളെ കണ്ടിട്ടുണ്ട്. ഒരു ചുവന്ന ഒട്ടകം. അന്ന് അറബികള് വലിയ സമ്പത്തായി കണ്ടിരുന്ന ഒന്നാണ് ചുവന്ന ഒട്ടകം എന്നുള്ളത്. ആ ചുവന്ന ഒട്ടകത്തിന്റെ പുറത്ത് കയറി നല്ല ഭംഗിയുള്ള ശബ്ദത്തിൽ ഖുസ് ബിൻ സാഇദ എന്ന് പറയുന്ന വ്യക്തി പ്രസംഗിക്കുന്നത് എന്റെ 20ാമത്തെ വയസ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഹിജ്റ 9-ാം വർഷം
ബനു ഇയാദ് ഗോത്രം ഇസ്ലാം സ്വീകരിക്കാൻ വന്നു. അഥവാ ഈ ഖുസ് ബിൻ സാഇദ എന്ന് പറയുന്ന വ്യക്തിയുടെ ഗോത്രമാണ് ബനു ഇയാദ് ഗോത്രം. ഈ ബനു ഇയാദ് ഗോത്രം വന്ന് റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചുകൊണ്ട് ഓരോരുത്തരും ബൈഅത്ത് ചെയ്യുമ്പോൾ ഷഹാദത്ത് കലിമ ചൊല്ലുമ്പോൾ റസൂലുള്ള ചോദിക്കാണ്, ഖുസ് ബിൻ സാഇദയുടെ പ്രസംഗം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? റസൂലുള്ളാഹിന്റെ മനസ്സിൽ വല്ലാതെ സ്വാധീനം ചെലുത്തിയ ഒരു പ്രസംഗമാണ് ഖുസ് ബിൻ സാഇദിന്റെ പ്രസംഗം. അപ്പൊ ആ കൂട്ടത്തിൽ ഒരു യുവാവ് എണീറ്റു, എനിക്കറിയാന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ള പ്രസംഗിക്കാൻ പറഞ്ഞു. ഖുസ് ബിൻ സാഇദ പ്രസംഗിക്കുന്ന അതേപോലെ ബനു ഇയാദ് ഗോത്രത്തിൽപ്പെട്ട വ്യക്തി പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോ ആ കാലഘട്ടത്തിൽ അധർമ്മങ്ങൾ വ്യാപിക്കുന്നുണ്ടെങ്കിലും വിഗ്രഹാരാധന ശക്തമായി കൊണ്ട് വ്യാപിക്കുന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ മദ്യപാനവും വ്യഭിചാരവും യുദ്ധങ്ങളും വ്യാപിക്കുന്നുണ്ടെങ്കിലും ആ സമയത്തും അള്ളാഹുവിനെ ആരാധിച്ച് സത്യത്തിന്റെ ഒരു ചെറു സംഘം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ ഒരാളാണ് ഖുസ് ബിൻ സാഇദ. അതേപോലെ തന്നെ വറഖത്ത് ബിൻ നൗഫൽ. നമുക്കറിയാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിലെ ജിബ്രീലിനെ കണ്ട് തിരിച്ചു വന്ന് ഹാജറ ബീബിന്റെ ഖദീജ ബീബിന്റെ അരികിൽ വന്ന് ഖദീജ ബീബി കൊണ്ടുപോകുന്ന ആരുടെ അടുക്കലേക്കാണ്? വറഖത്ത് ബിൻ നൗഫലിന്റെ അടുക്കലേക്കാണ്. വറഖത്ത് ബിൻ നൗഫൽ ഖദീജ ബീബിയുടെ കുടുംബക്കാരനാണ്. വറഖത്ത് ബിൻ നൗഫൽ ഈസാ നബിയിൽ വിശ്വസിച്ച യഥാർത്ഥ വിശ്വാസിയായ ആളായിരുന്നു. യഥാർത്ഥ ക്രിസ്ത്യാനി, ഇന്നത്തെ ക്രിസ്ത്യാനി അല്ല, അന്ന് ഈസാ നബിയിൽ വിശ്വസിച്ച യഥാർത്ഥ വിശ്വാസികളിൽ ഒരാളായിരുന്നു വറഖത്ത് ബിൻ നൗഫൽ. അദ്ദേഹം പറയുന്നുണ്ട്, മുൻകാല പ്രവാചകന്മാർക്ക് വന്നതുപോലെയുള്ള മലക്കാണ് താങ്കൾ അരികിൽ വരുന്നത്. എന്നിട്ട് റസൂലുള്ളാഹിനോട് പറയാണ്, ഒരു കാലത്ത് ഈ മക്കക്കാരായ ആളുകൾ താങ്കളെ മക്കയിൽ നിന്ന് പുറത്താക്കും. അപ്പൊ റസൂലുള്ളാഹിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. മക്കയിൽ നിന്ന് എന്നെ പുറത്താക്കി, അതൊരിക്കലും ഉണ്ടാകില്ല. അപ്പോ വറഖത്ത് ബിൻ നൗഫൽ പറയാണ്, ഇതേ വിശ്വാസവുമായി ഇതേ കാര്യങ്ങളുമായി മുന്നോട്ട് വന്ന പ്രവാചകന്മാരൊക്കെ ആ നാട്ടിലെ ആളുകൾ പുറന്തള്ളിയിട്ടുണ്ട്. നിങ്ങൾ ഈ നാട്ടിലെ ആളുകൾ പുറന്തള്ളുമ്പോൾ അന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള സംരക്ഷണം ഞാൻ തരും എന്ന രൂപത്തിൽ വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു. പക്ഷെ അദ്ദേഹം പെട്ടെന്ന് തന്നെ മരണപ്പെട്ടു. അതിൽപ്പെട്ട ഒരാളാണ് വറഖത്ത് ബിൻ നൗഫൽ. അതേപോലെ തന്നെ സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈൽ എന്ന് പറയുന്ന വ്യക്തി. ഈ സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈലിന്റെ ഒക്കെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും, ഈ ചില ഗോത്രങ്ങൾ, മക്കയിലെ ചില ഗോത്രങ്ങൾ എന്ത് ചെയ്യും? പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു കൂടും. പെൺകുട്ടിയാണ് ജനിച്ചെന്ന് കണ്ടാല് ജീവനോടെ കുഴിച്ചു കൂടും. അങ്ങനെ ഏതെങ്കിലും ഒരു ഗോത്രത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് പെൺകുട്ടി ജനിച്ചു എന്ന് കേട്ടാല് ഈ സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈൽ എന്ന് പറയുന്ന വ്യക്തി പോയിട്ട് പറയും, ആ പെൺകുട്ടി എനിക്ക് തരും, ഞാൻ നോക്കിക്കോളാം. അങ്ങനെ അദ്ദേഹം ഏറ്റെടുത്ത് ഒരുപാട് പെൺകുട്ടികളെ എടുത്ത് വളർത്തിയിട്ടുണ്ട്. റസൂലുള്ള പറയാണ്, ഈസാ നബിക്കും എനിക്കുമിടയിലെ ഉമ്മത്തായി നാളെ പരലോകത്ത് സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈൽ എന്ന് പറയുന്ന വ്യക്തി കടന്നു വരും. അഥവാ ഒരു സമൂഹം മുഴുവൻ ചെയ്യേണ്ട പണിയാണ് ഇയാൾ ഒറ്റയ്ക്ക് ചെയ്തത്. അങ്ങനെ ഒരു ഉമ്മത്തായി കൊണ്ട് ഒരു സമൂഹമായിട്ട് ഇയാൾ നാളെ കൊണ്ടുവരും. ഈ സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈലിന്റെ മകനാണ് സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാളായ സഈദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു. അതേപോലെ തന്നെ അവസാനമായിട്ട് നമുക്ക് വിശദീകരിക്കാനുള്ളത് ലബീദ് ബിൻ റബീഅ എന്നുള്ള വ്യക്തിയാണ്. ജാഹിലിയ കാലഘട്ടത്തിലെ അറിയപ്പെട്ട കവിയായിരുന്നു. ഇംറുൽ ഖൈസിനെ പോലെ, സുഹൈർ ബിൻ അബി സലമയെ പോലെ അറിയപ്പെട്ട കവിയായിരുന്നു ലബീദ് ബിൻ റബീഅ. പക്ഷെ ആ ലബീദ് ബിൻ റബീഅ എന്ത് ചെയ്തു? ഇസ്ലാം മതം അദ്ദേഹം ആ കാലഘട്ടത്തിൽ ശരിയായ വിശ്വാസം വെച്ച് പുലർത്തിയ ആളുകളിൽ ഒരാളാണ് ലബീദ് ബിൻ റബീഅ. റസൂലുള്ളാഹിന്റെ വല്യുപ്പ അബ്ദുൽ മുത്തലിബ്. പക്ഷെ നമുക്ക് വിശദീകരിക്കണം, ആരാണ് അബ്ദുൽ മുത്തലിബ്? അബ്ദുൽ മുത്തലിബ് എന്ന പേര് വരാനുള്ള കാരണം എന്താണ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ വിശദീകരിക്കാം. അപ്പൊ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് മുമ്പുള്ള അറേബ്യ, ആ അറബികളായ ആളുകൾ അവരുടെ പൈതൃകം എന്താണ്? അറബികള് അൽ അറബുൽ ബാഇദ, അൽ അറബുൽ ബാഖിയ, പിന്നെ അൽ അറബുൽ ബാഖി രണ്ടായിട്ട് വേർതിരിയും. ഒന്ന് കഹ്താനികള്, രണ്ട് അദ്നാനികള്. ഈ കഹ്താനികളാണ് യഥാർത്ഥ അറബികൾ, യഥാർത്ഥ അറബി ഭാഷ സംസാരിക്കുന്നവർ. അദ്നാനികൾ എന്ന് പറയുന്ന ആളുകള് അവര് അറബി ഭാഷ പഠിച്ച് മാതൃഭാഷയായി സ്വീകരിച്ച ആളുകളാണ്. ഈ കഹ്താനികളായ ഗോത്രത്തിന്റെ ഉപഗോത്രങ്ങളിലാണ് ഹിംഗർ, കഹില, ജുർഹും ഗോത്രം. ഈ ജുർഹും ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് ഇസ്മായിൽ നബി കല്യാണം കഴിക്കുന്നത്. അങ്ങനെ ഇവർ തമ്മിൽ എന്ത് ചെയ്തു? അത് മിക്സ് ആകുകയാണ്. ഈ ഇസ്മായിൽ നബിക്ക് 12 മക്കളാണ്. ആ 12 മക്കളിൽ പെട്ട ഒരാളാണ് അദ്നാൻ. അങ്ങനെയാണ് അദ്നാൻ ഗോത്രം പിന്നീട് പ്രചരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ജുർഹും ഗോത്രം ഇസ്മായിൽ നബിയുടെ മരണത്തിന് ശേഷം മക്കയുടെ അധികാരം ജുർഹും ഗോത്രം ഏറ്റെടുക്കും.
ജുർഹും ഗോത്രം ഏറ്റവും മോശപ്പെട്ട ഭരണാധികാരികളായിരിക്കും. ബനു ഹുസാ ഗോത്രം അവരെ പിടിച്ചടക്കും. ബനു ഹുസാ ഗോത്രത്തിൽപ്പെട്ട അംറു ബിൻ ലുഅയ് അൽ ഹുസാഇ എന്ന് പറയുന്ന വ്യക്തി ആദ്യമായി കൊണ്ട് മക്കയിൽ വിഗ്രഹാരാധന ആരംഭിക്കും. അതാണ് ജാഹിലിയ കാലഘട്ടത്തിന്റെ അവരുടെ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം. എല്ലാ വിഷയത്തിലും അവർക്ക് വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. എത്രത്തോളം അവര് വിഗ്രഹങ്ങളെ അഥവാ ഓരോ യാത്രയിലും ഓരോ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് പോലും അവര് മാറി. ഈ ഒരു ധാർമ്മികമായിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ കള്ളിനും പെണ്ണിനും യുദ്ധത്തിനും വേണ്ടി മാത്രം ജീവിച്ചിരുന്ന ആളുകളായിരുന്നു അവരാണ് പിന്നീട് അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറ്റിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളായ ആളുകൾ. അപ്പൊ ഇതാണ് ജാഹിലിയ കാലഘട്ടത്തിലെ അറബികളായ ആളുകളുടെ ചരിത്രത്തിലെ ഏറ്റവും രത്ന ചുരുക്കം. ചെറിയ രൂപത്തിലാണ് വിശദീകരിച്ചത്. വിശാലമായ ചരിത്രമാണ്. സമയത്തിന്റെ കുറവ് മൂലം ഇതാണ് നമുക്കിന്ന് മനസ്സിലാക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ റസൂലുള്ളാഹിന്റെ വെല്ലിപ്പമാരെ, റസൂലുള്ളാഹിന്റെ ഉപ്പാന്റെ ഉപ്പ തുടങ്ങിയ വിഷയങ്ങള്, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 40ാമത്തെ വയസ്സ് വരെ നമുക്കറിയാം. എന്നാൽ 40 വയസ്സിന് മുമ്പുള്ള റസൂലുള്ളാഹിന്റെ ജീവിതം എന്തായിരുന്നു, റസൂലുള്ളാഹി കാലഘട്ടത്തിൽ പങ്കെടുത്ത യുദ്ധങ്ങൾ എന്താണ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് വിശദീകരിക്കാം. റഹ്മാനായ റബ്ബ് ദീൻ അധികമായി പഠിക്കാനും പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ചരിത്രകാരന്മാർ പറഞ്ഞതുപോലെ നിങ്ങൾ ചരിത്രം വായിക്കണം, ചരിത്രം പഠിക്കണം. ചരിത്രത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണപാടുണ്ട്. ചരിത്രം അറിയാത്ത ആളുകളാണ് വലാലത്തിലായത് എന്നുള്ള പണ്ഡിതന്മാരുടെ കൗലുകൾ പോലും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ചരിത്രം പഠിക്കുക. കേവലം ഒരു കഥ കേട്ട് പോകുക എന്നതിനപ്പുറമായിക്കൊണ്ട് ആ ചരിത്രത്തിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കുക. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.